എല്ലാ ദിവ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം. ഞാൻ എന്ന തോന്നൽ വന്നു കഴിയുമ്പോൾ അതിന് നാം പറയുന്ന പേരാണ് അഹങ്കാരം എന്ന്. എവിടെ നിന്നാണ് ഈ അഹങ്കാരം വരുന്നത്, എങ്ങനെയാണ് അത് ഉത്ഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നാം എല്ലാം ആ പരമാത്മസത്തയിൽ നിന്നാണ് തിരിഞ്ഞു വന്നിരിക്കുന്നത്. പഞ്ചഭൂത നിർമ്മിതമായ ഒരു കൂടുണ്ടാക്കി ആര്? സർവേശ്വരൻ. ഈശ്വരൻ തൻ്റെ അംശം കൊണ്ട് ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നീ പഞ്ചഭൂതങ്ങളായി പരിണമിച്ചതിന് ശേഷം ഒരിന്ദ്രിയങ്ങളെ കൊണ്ടും അറിയപ്പെടാൻ പറ്റാത്ത ആ ശക്തിവിശേഷം പഞ്ചഭൂതമായി പിരിഞ്ഞ് പഞ്ചഭൂതങ്ങളെ പരസ്പരം കൂട്ടിച്ചേർത്ത് ഒരു ദേഹമാകുന്ന കൂടുണ്ടാക്കുന്നു. മനുഷ്യദേഹം മാത്രമല്ല, മറ്റനേക ദേഹങ്ങളുണ്ട്. അങ്ങനെ ആ ദേഹത്തിനകത്ത് താൻ തന്നെ പ്രവേശിച്ച് അതിനെ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങി. താൻ ഇതിൽ പ്രവേശിച്ച് അത് ഇന്ദ്രിയദ്വാര പുറത്തേക്ക് വന്നപ്പോൾ ഞാൻ എന്ന തോന്നലുണ്ടാവുകയും ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്കൊഴുകിയ ആ മനസ്സ് ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളായി 5ആയി തിരിഞ്ഞ് ആ 5ലാണ് തൻ്റെ സുഖവും സുരക്ഷയും കാണുന്നത്. അപ്രകാരം സുഖവും സുരക്ഷയും ഈ ലോകത്തിൽ കണ്ട് അതിൽ നിന്ന് കിട്ടുന്ന സുഖദുഃഖാദികൾ അനുഭവിച്ച് തൻ്റെ യഥാർത്ഥമായ സച്ചിദാനന്ദ സ്വരൂപം മറക്കുന്നു. അത് മറന്നപ്പോഴാണ് ഞാൻ ദേഹമാണ് എന്ന തോന്നലുണ്ടായത്. അതാണിവിടെ ചെറ്റഹം മുറ്റിത്തണർത്താൽ പിന്നെ തെറ്റും ശരിയും തിരിയാം. ഇല്ലാത്തതുള്ളതായി ഉള്ളതില്ലാത്തതായി വല്ലാത്ത മോഹത്തിലാകും. ഒന്നാലോചിച്ച് നോക്കൂ, എത്ര ഭംഗിയായിട്ടാണ് ഇത് വർണ്ണിച്ചിരിക്കുന്നത്. ചെറ്റഹം മുറ്റിത്തണർത്താൽ പിന്നെ അല്പം അഹം നമ്മളിൽ വളർന്നാൽ, അഹം എന്നത് ഞാൻ ഈ ദേഹമാണ് എന്ന തോന്നൽ, അതാണ് ചെറ്റഹം മുറ്റിത്തണർത്താൽ പിന്നെ തെറ്റും ശരിയും തിരിയാ. ആ ഞാൻ ദേഹമാണെന്ന് തോന്നിക്കഴിയുമ്പോൾ തെറ്റേതാണ് ശരിയേതാണ് എന്ന തിരിച്ചറിവ് ഇല്ലാതെയാകും. അതാണ് ചെറ്റഹം മുറ്റിത്തണർത്താൽ പിന്നെ തെറ്റും ശരിയും തിരിയാ. തെറ്റേതാണ് ശരിയേതാണ് എന്ന് തിരിയാൻ കഴിയാതെ വരുന്നു. തിരിയുന്നില്ല. ഇല്ലാത്തതുള്ളതായി, അതാണ് ആദ്യം നമുക്ക് തോന്നുന്നത്. ഇല്ലാത്ത വസ്തു ഉള്ളതായി തോന്നും. ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന വസ്തുക്കൾ ഒന്നും സത്യമല്ല. വാസ്തവത്തിൽ അത് സത്യമായി നമ്മൾ ധരിക്കുന്നു. അതാണ് ഇല്ലാത്തതുള്ളതായി. ഇത് ഉണ്ടായി കുറച്ച് സമയം നിലനിന്ന് പിന്നെ ഇല്ലാതെയാകുന്നതാണ്. ഐസ് പോലെ. ഐസ് കൊണ്ടൊരു മിഠായി ഉണ്ടാക്കി, അത് കുറച്ച് സമയം അവിടെ നിലനിൽക്കുന്നു. ഇത്തിരി കഴിഞ്ഞാൽ അത് ഉരുകി ജലമായി മാറുന്നു. ഐസ് അവിടെ കാണുകയേ ഇല്ല. അതാണ് ഇല്ലാത്തതുള്ളതായി. ആ ഐസ് തന്നെയാണ് ശാശ്വതമായ വസ്തു എന്ന് തെറ്റിദ്ധരിച്ച് അതിനെ ആശ്രയിക്കുന്നു. എന്നാൽ ഉള്ളതായ വസ്തു ഏതോ അതിനെ ഒട്ടറിയുന്നില്ല. അത് ഇല്ലാത്തതായും ഉള്ളതായ വസ്തുവിനെ അറിയാത്തതിനാൽ അതില്ലാത്തതായി തെറ്റിദ്ധരിക്കുന്നു. ഉള്ളതെന്ന് ധരിക്കപ്പെടുന്ന ഈ വസ്തു വാസ്തവത്തിൽ സത്യവുമല്ല. ഇതാണ് അഹം വളർന്നു കഴിയുമ്പോൾ നമുക്ക് വന്നു ചേരുന്ന ഭാവമാറ്റം. ഇത് നാം നന്നായി വിചിന്തനം ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ശരിയായ പൊരുൾ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഇത് നാം ശ്രവിച്ച്
മനനം ചെയ്ത് ആ സത്യാവസ്ഥ ബോധിക്കാൻ നാം പരിശ്രമിക്കണം. അതാണ് ചെറ്റഹം മുറ്റിത്തണർത്താൽ പിന്നെ തെറ്റും ശരിയും തിരിയ, ഇല്ലാത്തതുള്ളതായി ഉള്ളതില്ലാത്തതായി വല്ലാത്ത മോഹത്തിലാഴും. വല്ലാത്തൊരു മോഹത്തിൽ, മോഹം എന്നാൽ തെറ്റും ശരിയും തിരിച്ചറിയാത്ത അവസ്ഥ തന്നെ. ഇല്ലാത്തതൊക്കെ ഉള്ളതായും ഉള്ളതില്ലാത്തതായും നേരെ വിപരീതമായ ഒരറിവാണ് നമുക്കുള്ളത്. എന്നിട്ടോ സുഖമായിട്ടുള്ളതിനെ ദുഃഖമായും ദുഃഖമായുള്ളതിനെ സുഖമായും തെറ്റിദ്ധരിക്കുന്നു. ഈ തെറ്റിദ്ധാരണയ്ക്കാണ് മോഹം എന്ന് പറയുന്നത്. വല്ലാത്ത മോഹത്തിലാകും. ഒരിക്കലും നമുക്ക് സത്യാവസ്ഥ ബോധിക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മുടെ മനസ്സ് ഭ്രമിച്ചുപോയി കഴിയുകയാണ്. അതിനാൽ നാം വിചാരം ചെയ്ത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കൂ. ചെറ്റഹം മുറ്റിത്തണർത്താൽ പിന്നെ തെറ്റും ശരിയും തിരിയാം, ഇല്ലാത്തതുള്ളതായി ഉള്ളതില്ലാത്തതായി വല്ലാത്ത മോഹത്തിലാഴും.